ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഷാലേം ടി വിയുടെ വന്ന വഴിയുള്ള പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ശലോമോൻ രാജാവിൻ്റെ കീർത്തി കേട്ട അദ്ദേഹത്തെ കാണുവാൻ കടന്നു വന്ന ഷെബാരജ്ഞയെ പോലെ ഷാലേം ദൈവസഭയുടെ കീർത്തി അറിഞ്ഞ് കടലുകൾക്കപ്പുറത്തു നിന്നും നമ്മളെ പരിചയപ്പെടുവാനും നമ്മളെപ്പറ്റി കൂടുതൽ അറിവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് റവറൻ ഡോക്ടർ റോബർട്ട് പെരേരയാണ്. അദ്ദേഹം പല സ്ഥലങ്ങളിൽ വിവിധ ദേവദാസന്മാരുമായിട്ട്, പ്രത്യേകിച്ച് മലയാളി ദേവദാസന്മാരുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് മലയാളം സംസാരിക്കാൻ അറിയില്ലെങ്കിലും കേട്ടാൽ മനസ്സിലാകും. അദ്ദേഹത്തെ ഇന്ന് പകൽ നമുക്ക് ലഭിച്ചത് നമ്മുടെ ഒരു ഭാഗ്യം കൂടിയാണ്. അദ്ദേഹത്തെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ. Praise the Lord, praise the Lord, praise the Lord. അനേക തിരക്കുകൾക്കിടയിലും ഞങ്ങൾ നടുവിൽ കടന്നു കാണിച്ച സ്നേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി. പ്രിയ ദേവദാസൻ, അദ്ദേഹത്തെ പറ്റി നമുക്കിപ്പോൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. നുനാമമറ റോബർട്ടോ പെരേര. എൻ്റെ പേര് എന്ന് പറയുന്നത് റോബർട്ട് പെരേര എന്നാണ്. ഇതമൊരോ ഇലാറുകരമ ഉഗോ ഉദാര വന്ദന. ദൈവസഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും അദ്ദേഹം സ്നേഹവന്ദനത്തെ അറിയിച്ചിരിക്കുകയാണ്. ഇരക്കുമുക്കല ഇതോ ഉലമകാരകരെ ഈദോ പക ഓച്ചാമാതകലവ. അദ്ദേഹം ഇപ്പോൾ കടന്നു വരുന്നത് ജർമ്മനിയുടെ പ്രദേശങ്ങളിൽ നിന്നുമാണ്. ഇലോ ഓരോകമോ ഒരു ഒരാള രോഗമ ഇരവ നാലറബാറകസ ഓരോമന ഉലമകാദസ ഇതബൊക്കസോമാനാല. അദ്ദേഹത്തിന്റെ ദേശത്ത് സ്വന്തമായി 4 ചർച്ചുകളും 10 മിഷണറി പ്രവർത്തനങ്ങളും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇലവരകമ ഇട ശലം ചർച്ച രാരാരവ ഊര വേൾഡ് നോർമ ഇസോകമോദകമൽക്കശേ. അദ്ദേഹം അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഷാലേം ചർച്ചിനെ പറ്റി ഒരുപാട് കേൾക്കുവാൻ തക്കോണം ഇടയായി തീർന്നിട്ടുണ്ട്. ഇനോ ഓകമൊക്കെസിക സിരിബരി ഓ സുഖമൊക്കാലസ ഉക്കപകത്സമൊക്ക. അദ്ദേഹം ഒരിക്കൽ ആഫ്രിക്കയുടെ പ്രദേശത്തേക്ക് ദൈവവേലയ്ക്കായിട്ട് കടന്നു പോയപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ദേവദാസനെ കണ്ടുമുട്ടുകയും ദൈവസഭയെ പറ്റി കൂടുതൽ അറിവാൻ തക്കോണം ഇടയായിത്തീരുകയും ചെയ്തു. അറബരകര പേര ജോമോ പാസ്റ്റർ. അവിടെ വെച്ചാണ് അദ്ദേഹം ജോമൻ പാസ്റ്റർ എന്ന് പരിചയപ്പെടുന്നത്. ഇലോ ഓഗ്രബക ഓരോഗ്ര ഇസമോ ഓകബെതുകമസമതെ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് ദൈവസഭയെ കാണണമെന്നും ദൈവദാസന്മാരെ പരിചയപ്പെടണമെന്നും ആഗ്രഹം ഉണ്ടായിത്തീർന്നു. ഇനോ ഉലോരകമ ഇരുവരകമോ ഓരോ ഉലകത ഓമപതിത. അങ്ങനെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിലായിരിക്കാൻ തക്കവണ്ണം സ്വർഗത്തിനായ ദൈവം സഹായിച്ചു. കൊമസോവ സുഖമൊക്ക ഇസോ മൊലോ സുഖമൊക്ക സലമ. അദ്ദേഹം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഷാലേം ചർച്ചിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് ചോദിച്ച് അറിയാനുണ്ടെന്നാണ്. ഓ ബിട്രാങ്ക ഇന്റർനാഷണൽ ഇവാഞ്ചലിഷൻ കുരമോ ഇസോക്കറോബത. ഇപ്പോൾ അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ നമ്മുടെ ഷാലേം ദൈവസഭയുടെ പങ്കിനെ പറ്റിയാണ്. ആഗോളതലത്തിൽ നമ്മുടെ ദൈവസഭയുടെ പങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ വിവിധ ഭാഷകളിലായിട്ട് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, കന്നഡ, മറാഠി, തമിഴ്, തെലുങ്കു ആ ഒരു ഭാഷകളിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിൽ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം വർഷിപ്പ് നടത്തി വരുന്നു. അതുകൂടാതെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ആഫ്രിക്കയുടെ പല രാജ്യങ്ങളിലേക്കും നമ്മൾ കൃതദാസന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ നമ്മുടെ മിഷണറി പ്രവർത്തനം വളരെ അനുഗ്രഹത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക്. അതുമാത്രമല്ല, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മളിവിടെ നിന്നും UK യിലേക്കും കാനഡയിലേക്കും അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലൊക്കെ പല ദേവദാസന്മാരെ നമ്മുടെ മിഷണറി പ്രവർത്തനങ്ങൾക്കായിട്ട് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതുകൂടാതെ മറ്റൊരു കുടുംബത്തെ കൂടെ നമ്മൾ അടുത്ത മാസം US പ്രദേശത്തേക്ക് അയക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് അദ്ദേഹം ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അദ്ദേഹം ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ദേവദാസൻ ജോമൻ പാസ്റ്ററെ പറ്റി അദ്ദേഹത്തിന് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ട് എന്നാണ്. ജോമൻ പാസ്റ്ററെ പറ്റി പറയുക എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ ദൈവസഭയിലെ ലൈസൻസ് പാസ്റ്ററായിരുന്നു. കൊറോണ സമയത്ത് അദ്ദേഹം ഇവിടെ കടന്നു വരികയും ഏകദേശം 3 വർഷത്തോളം വിശ്വസ്ത സേവനം കാഴ്ചവെച്ച് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അതുമാത്രമല്ല, സ്പോർട്സിലും അദ്ദേഹം വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. അതായത് ഓട്ടമത്സരത്തിൽ വീഴുക, വടം വലിക്കുമ്പോൾ കിടന്നു വലിക്കുക, ക്രിക്കറ്റ് കളിക്കുമ്പോൾ പന്ത് വരുമ്പോൾ മാറി നിൽക്കുക, അതുകൂടാതെ സമയം കിട്ടുമ്പോഴൊക്കെയും അദ്ദേഹം മീൻ പിടിക്കുവാനും കടന്നു പോകുന്നതിന് കണ്ടിട്ടുണ്ട് പലപ്പോഴും. അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സിലും പെട്ടെന്ന് അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ
കടന്നു വരുമെന്നൊക്കെ ഉണ്ടായിരുന്നു. Komosowa, Konomasa, Ido, Churcho, Committee Selection, Idawarakada. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ദൈവസഭയിലെ കമ്മിറ്റി അംഗങ്ങളെ എപ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നാണ്. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ട്രഷററെ തിരഞ്ഞെടുക്കുന്ന സമയം താല്പര്യമുള്ള ഏതെങ്കിലും സഹോദരന്മാർ ദയവ് ചെയ്ത് അറിയിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ ദൈവസഭയിലെ സഹോദരന്മാർക്ക് സ്ഥാനങ്ങളോ മാനങ്ങളോ താല്പര്യമില്ലാത്തവരായതുകൊണ്ട് ആരും തന്നെ എഴുന്നേറ്റില്ല. അപ്പോൾ അന്ന് മുണ്ടെടുത്ത് വന്ന ഒരു സഹോദരൻ മുണ്ട് മുറുക്കെടുക്കുവാനായി എഴുന്നേറ്റ് നിന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ കൈയടിച്ച് ട്രഷററെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ അദ്ദേഹം ട്രഷറായി തീരുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ട്രഷററെ തിരഞ്ഞെടുത്തത്. Papalanga Kritmi, Shalem Church Secretary Activities Orava. നമ്മുടെ ദൈവസഭയുടെ സെക്രട്ടറിയുടെ റോൾ എന്തൊക്കെയാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവസഭയുടെ സെക്രട്ടറി റോൾ എന്ന് പറയുന്നത് മെയിൻ കാര്യം മാത്രമേ അദ്ദേഹം ചെയ്യാറുള്ളൂ. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മുടെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം മീറ്റിംഗ് വർഷിപ്പുകൾ പതിവ് പോലെ ഉണ്ടായിരിക്കുന്നതാണെന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം ഇരിക്കും അവിടെ. കിസ്കുസ, കൊംസികൊംസ, ബാക്കിലല്ല. ബാക്കി കാര്യങ്ങളൊക്കെ ആര് നോക്കുമെന്നാണ് അദ്ദേഹം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി നോക്കിക്കൊള്ളും. അസീബുഗെ മുട്ടിഗെ ഗ്ലോബിയാങ്ക ശലം ചർച്ചോ അവാർഡോ. ഷാലിൻ ദൈവസഭയിലെ ഒരു സഹോദരന് ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയെന്നറിഞ്ഞിരുന്നു. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് നമ്മുടെ ദേവദാസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതെ, ഞങ്ങളുടെ ധീരനും വീരനും ഒന്നിനെയും ഭയമില്ലാത്ത ശൂരപരാക്രമിയായ ജോബി സഹോദരനാണ് അവാർഡ് കിട്ടിയത്. തൻ്റെ വിവാഹ ജീവിതം വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയതാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. അദ്ദേഹത്തിൻ്റെ ധീരതയെ പ്രശംസിച്ചുകൊണ്ട് ദൈവസഭ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. ഇന്ത്യനല്ല വേഴ്സബുലുങ്കൻ ജഡെ ചർച്ച് മീറ്റിംഗ്സു. നമ്മുടെ ദൈവസഭയിലെ മീറ്റിങ്ങുകളെ പറ്റിയാണ് അദ്ദേഹം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവസഭയിൽ എല്ലാ ഞായറാഴ്ചയും പാസ്റ്റർ പി ടി പ്രസാദിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് 5 തൊട്ട് 7 വരെ മലയാള വർഷിപ്പ് നടത്താറുണ്ട്. അതുപോലെ തന്നെ ബ്രദർ റോജർ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വലിയൊരു ഗായക സംഘവും നമുക്കുണ്ട്. അതുകൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8 തൊട്ട് 10 വരെ പാസ്റ്റർ ബിജുകോഷിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഹിന്ദി വർഷിപ്പ് നടക്കാറുണ്ട്. എല്ലാ ശനിയാഴ്ചയും രാത്രി 8 തൊട്ട് 10 വരെ ബ്രദർ മോറിസിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് വർഷിപ്പ് നമുക്ക് നടത്താറുണ്ട്. അതുകൂടാതെ മാസത്തിലൊരിക്കൽ SCA മീറ്റിങ്ങും ലേഡീസ് മീറ്റിങ്ങും മാസത്തിൻ്റെ അവസാനത്തെ സൺഡേയിൽ നമുക്ക് ഫാസ്റ്റിംഗ് പ്രെയർ നമ്മൾ നടത്താറുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനകൾക്ക് വേണ്ടി സഹോദരിമാർ പ്രത്യേക ഒരുക്കത്തോടെ കടന്നു വരാറുണ്ട്. അതാണ് ഞങ്ങളുടെ ദൈവസഭയുടെ അനുഗ്രഹമെന്ന് പറയുന്നത്. സം ഗിബർനൈസേഷനോ ഫോർ കിർച്ചെ ചർച്ചോ ട്രാൻസ്പോർട്ടേഷനോ ഇതരവല്ല. നമ്മുടെ ദൈവസഭയിലെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സഭയിലെ എല്ലാ വിശ്വാസികളും കടന്നു വരുന്നതിന് വേണ്ടി ബസ്സിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ദൂരെയുള്ള ഐലൻഡുകളിൽ നിന്ന് കടന്നു വരുന്നതിന് സഭ പ്രത്യേക വാഹന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. Kirchigalo Mawatisu Church Activities Sisters Sokola Bisabara. നമ്മുടെ സഭയിലെ സഹോദരിമാരുടെ പ്രവർത്തനങ്ങൾ എപ്രകാരം നടക്കുന്നുവെന്നാണ് അദ്ദേഹം നമ്മളോട് ചോദിച്ചത്. നമ്മുടെ ദൈവസഭയിലെ സഹോദരിമാരുടെ കാര്യം പറയുകയാണെങ്കിൽ മീറ്റിങ്ങുകളൊക്കെയും വളരെ അനുഗ്രഹമായിട്ട് നടക്കുന്നു. അതുമാത്രമല്ല, ഓബേൽ ഏദോമിൻ്റെ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ആ ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും ഉയർന്ന നിലയിൽ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നേതൃസ്ഥാനത്തിരിക്കുന്ന സഹോദരിയും അടുത്ത മാസം US പ്രദേശത്തേക്ക് കടന്നു പോവുകയാണ്. അതിനാൽ ആ പൊസിഷൻ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി അമേരിക്കയിൽ നിന്നും നമ്മൾ ഒരു സഹോദരി റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സഹോദരി അബുദാബി എയർപോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പം മുമ്പ് കിട്ടിയ വിവരം അനുസരിച്ച് സഹോദരി വാഹനം ഓടിച്ച് അബുദാബിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പപ്പലാങ്ങ ഒനോസിമോസ് കുസിമോസ് ചർച്ചോ എക്സ്ട്രോ കരിക്കുലോ ആക്ടിവിറ്റീസോ. നമ്മുടെ ദൈവസഭയിലെ യുവജനങ്ങളുടെ കഴിവുകളെ പറ്റിയാണ് അദ്ദേഹം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവസഭയിലെ കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെയും എല്ലാ രീതിയിലും വളരെ മികച്ച രീതിയിൽ കഴിവ് തെളിയിച്ചവരാണ്. അതിനെപ്പറ്റി കൂടുതലായി പറയുകയാണെങ്കിൽ പാട്ട്, പ്രസംഗം, വാക്യമത്സരം, വാക്യമെഴുത്ത്, അങ്ങനെ എല്ലാ മേഖലകളിലും സാന്നിധ്യം അറിയിച്ചവരാണ് നമ്മുടെ ദൈവസഭയിലുള്ള ആളുകൾ. ആസാഫിൻ്റെ സംഗീത സഭയിൽ നിന്നും ഞങ്ങളുടെ സഭയിലേക്ക് എത്തപ്പെട്ട ഒരു യുവ ശാസ്ത്രീയ സംഗീതജ്ഞനെ ഞാൻ അങ്ങേക്ക് പരിചയപ്പെടുത്തുകയാണ്.
ഇൻ്റർനാഷണൽ ലെവലിൽ ഡാൻസ് പെർഫോം ചെയ്ത സഹോദരനും ഞങ്ങളുടെ കൂടെയുണ്ട്. Papakalama Onesimus Kosomowa Church Entertainment Programmo. നിങ്ങളുടെ ദൈവസഭയിൽ ഒരുപാട് യുവജനങ്ങളുള്ളതല്ലേ, അവർക്ക് വേണ്ടിയുള്ള എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ എന്നാണ് അദ്ദേഹം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ചർച്ചിൻ്റെ ടൂറ് ഡിസംബർ 3 അൽബദ്ബ പാർക്കിൽ നടക്കുവാനിടയായി. കുട്ടികൾക്കും സഹോദരന്മാർക്കും അതൊരു ഉത്സവം തന്നെയായിരുന്നു. UAE ഗവൺമെൻറ് പ്രത്യേക എയർ ഷോ അതിനോട് അനുബന്ധിച്ച് നടന്നു. പ്രാരംഭ ഗെയിമുകൾക്ക് ശേഷം വാശിയേറിയ ബലൂൺ പുഷിംഗ് മത്സരം നടന്നു. ചർച്ചിലേക്ക് വിശ്വാസികളെ കൊണ്ടുവരുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സ്വന്തം പാർട്ട്ണറെ ഉന്തി അപ്പുറത്തേക്ക് എത്തിക്കുന്നതെന്ന് പല സഹോദരന്മാരും അഭിപ്രായപ്പെട്ടു. അത് മാത്രമല്ല, ദൈവദാസനെ അതിൻ്റെ ആത്മീയ അർത്ഥമെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദൈവസഭയിലേക്ക് പഴയതും പുതുതുമായ വിശ്വാസികളെ ഉന്തിക്കൊണ്ടുവരുന്നത് ഇപ്രകാരമാണ് എന്നും കൂടിയാണ്. അതിനുശേഷം ദാവീദിനെയും ഗോലിയാത്തിനെയും അനുസ്മരിക്കും വിധം കുഞ്ഞുകുട്ടികളും സഹോദരന്മാരും തമ്മിലുള്ള വാശിയേറിയ കബഡി മത്സരം നടക്കുവാനും ഇടയായി. പിന്നീട് നടന്നത് വിഭവസമൃദ്ധമായ ഉച്ചയൂണായിരുന്നു. ചെമ്പാവരി ചോറ്, ചുവന്ന മീൻകറി, ഉണക്ക ചെമ്മീനിട്ട കാവേരി, പച്ചത്തോരൻ, പർപ്പിൾ പച്ചടി, എരിശ്ശേരി, മഞ്ഞ മോരുകറി, തിരുവനന്തപുരം പോളി, 50 രൂപയുടെ ബക്കറ്റിൽ 5 രൂപയുടെ പപ്പടം, വെളുത്ത പായസം എന്നിവയെല്ലാമായിരുന്നു പ്രധാന വിഭവങ്ങൾ. ചായ, പഴംപൊരി, ഇന്ത്യയുടെ മാപ്പുള്ള അപ്പവും പിന്നെ സ്റ്റൂവും, ഇത്രയുമായി 4 മണി വിഭവങ്ങളും ഒരുങ്ങി. ഉച്ചയൂണിന് ശേഷം കുഞ്ഞുകുട്ടികളുടെ മത്സരമാണ് പ്രധാനമായും നടന്നത്. അതിൽ ഏറ്റവും മികച്ചത് പ്രായത്തിൽ കുഞ്ഞുങ്ങളും ബുദ്ധിയിൽ കുഞ്ഞുങ്ങളുമായുള്ളവരുടെ കോക്കോ കളിയായിരുന്നു. അതിനുശേഷം കസരകളിയിൽ എക്സ്പെർട്ടായവരുടെ പ്രകടനമായിരുന്നു. അവസാനമായി വാശിയേറിയ വടംവലി മത്സരമായിരുന്നു. നമ്മുടെ ക്യാപ്റ്റന് പരിക്ക് പറ്റിയതിനെ തുടർന്ന് വിജയത്തിന് തൊട്ടു മുമ്പ് വെച്ച് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ലേമെ ഗുസ്തൻ ഗുട്ടർഗോ ഷാലേം ചർച്ചോ ലാസ്റ്റ് ഇയറോ. അദ്ദേഹം നമ്മളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം മാത്രമേ നമ്മൾ ടൂർ പോയുള്ളൂ എന്നാണ്. ഈ വർഷം മാത്രമല്ല, കഴിഞ്ഞ ചില വർഷങ്ങളായി ഞങ്ങൾ ടൂറിന് പോകാറുണ്ട്. അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിലും ദൃശ്യങ്ങളിലൂടെ കാണുന്നതായിരിക്കും നല്ലത്.
Komosovi onoso papalanga gridmi oloroma. ഇന്ന് ഇവിടെ കടന്നു വന്നത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായി തീർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. Idaroga uga makalate isawalo ukere pala maragama. അദ്ദേഹം നമ്മുടെ ദൈവസഭയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് കേട്ടതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വന്ന് കാണുവാനും അറിയുവാനും കഴിഞ്ഞു. Igara olo odaba mera olo churcho ido ukamaragatawa. ഇവിടെ വന്ന് അദ്ദേഹം കണ്ടതും കേട്ടതുമായ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. Kanstudama bitrangi paparangi gridmi shalem TV. ഇന്ന് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച അതിൻ്റെ ഭാരവാഹികൾക്കും പ്രത്യേക ശാലേം ടി വിക്കുള്ള നന്ദി അദ്ദേഹം അറിയിച്ചിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളിൽ കടന്നു വന്ന് ഞങ്ങളോട് എത്രയും കൂടെ സഹകരിച്ച ദേവദാസ് നന്ദി അറിയിക്കുന്നു. Vascot will.